ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി SJS സ്പ്ലെൻഡിഡ് ജോബ് ടുവേർഡ്സ് സിംഫണി. ഞാൻ ശോഭ. ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ ഒരു പുരുഷനായിരുന്നെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ദൈവം കുറച്ച് നാൾ ആ മനുഷ്യനെ നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് മനസ്സിലായി അവൻ അത്ര ഹാപ്പിയല്ല. അപ്പോൾ അവന് തുണയായി ദൈവം സ്ത്രീയെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. പുരുഷൻ്റെ വാരിയല്ലിൽ നിന്ന് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു. അവന് തുണയായി, അവൻ ഇണയായി, അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിച്ചു. നമ്മൾ ഹിന്ദുമത ആചാരം അല്ലെങ്കിൽ വിശ്വാസം പരിശോധിക്കുകയാണെങ്കിലും അർദ്ധനാരീശ്വര സങ്കല്പമാണുള്ളത്. ശിവനും പാർവതിയും ഇല്ലാതെ നമുക്ക് സങ്കല്പിക്കാനാവില്ല. പ്രകൃതിയും പുരുഷനുമാണ്. അങ്ങനെ ആദ്യ സങ്കല്പങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം സ്ത്രീയും പുരുഷനും തുല്യമായിരുന്നിടത്തുനിന്ന് എങ്ങനെയാണ് സ്ത്രീ പുരുഷന്റെ പുറകോട്ട് പോയത്? അത് ശിലായുഗത്തിൽ നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ കാരണമായിരിക്കാം. കാരണം അന്ന് പുരുഷന്റെ സംരക്ഷണം സ്ത്രീക്ക് ആവശ്യമായിരുന്നു. കായികക്ഷമതയുടെ കാര്യത്തിലാണെങ്കിലും ശാരീരിക ക്ഷമതയുടെ കാര്യത്തിലാണെങ്കിലും അന്ന് പ്രകൃതിയിൽ ഉണ്ടായിരുന്ന വെല്ലുവിളികൾ, വന്യജീവികളിൽ നിന്നുള്ള സംരക്ഷണം, ഇതെല്ലാം നേരിടാൻ പുരുഷന്റെ ഒരു ശാരീരിക ക്ഷമത അത്യാവശ്യമായിരുന്നു. അങ്ങനെ പുരുഷൻ മുൻപിലും അവൻ്റെ സംരക്ഷണയിൽ സ്ത്രീയുമായി. സ്ത്രീയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുട്ടികളെ നോക്കുക, വീട് നോക്കുക, പ്രസവിക്കുക, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ചുരുങ്ങി. പിന്നീട് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീക്ക് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇത്രയധികം ശബ്ദമുയർത്തേണ്ടി വരുന്നത്? 1850 കാലഘട്ടങ്ങളിൽ സ്ത്രീ തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. വോട്ടവകാശം, മെച്ചപ്പെട്ട വേതനം, തുല്യമായ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം എന്നിങ്ങനെ സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രക്ഷോഭങ്ങൾ തുടങ്ങി. അതിൻ്റെ അലയൊലികൾ നമ്മുടെ ഇന്ത്യയിലും എത്തി. രാജാറാം മോഹൻ റോയ് പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ തങ്ങളുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങി. അന്ന് അവിടെ നിലനിന്നിരുന്ന ശൈശവ വിവാഹവും സതി പോലുള്ള അനാചാരങ്ങൾക്കുമെതിരെ രാജാറാം മോഹൻ റോയ് തൻ്റെ പ്രസ്ഥാനങ്ങളെ കൂടെ പോരാടാൻ തുടങ്ങി. അതിൻ്റെ തുടങ്ങിയ പ്രക്ഷോഭത്തിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മുടെ കേരളത്തിലും നമ്മുടെ സാംസ്കാരിക നായകന്മാർ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങി. ഗാന്ധിജി നമുക്ക് പകർന്നു നൽകിയ വെളിച്ചത്തിനൊപ്പം അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ഒക്കെ തങ്ങളുടെ സമൂഹത്തിലെ മന്നത്ത് പത്മനാഭനും ഒക്കെ തങ്ങളുടെ സമൂഹത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങി. അപ്പോഴും ആ അവകാശങ്ങൾ എപ്പോഴും സ്ത്രീകൾ, ഉന്നത കുലജാതരായ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ആദ്യമായി ഒരു പ്രക്ഷോഭം ഉണ്ടാവുന്നത് കല്ലുമാല സമരം എന്നറിയപ്പെടുന്ന ഒരു സമരത്തിൽ കൂടെയാണ്. ദളിത് സ്ത്രീകൾ കല്ലുകളും തടികളും ഒക്കെ മാത്രം ഉപയോഗിച്ച് ആഭരണങ്ങൾ ധരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റ് സ്ത്രീകളെ പോലെ, ഉയർന്ന സമുദായത്തിലെ സ്ത്രീകളെ പോലെ ലോഹങ്ങൾ കൊണ്ടുള്ള ആഭരണം ധരിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി. അവർ ആ പോരാട്ടത്തിൽ വിജയിച്ചു. അവർക്കും അത്തരം ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം നേടിയെടുത്തു. പിന്നീട് ചാന്നാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട സമരം തുടങ്ങിയ പ്രക്ഷോഭങ്ങളിലൂടെ സ്ത്രീകൾ മാറുമറിക്കാനുള്ള അവകാശം നേടിയെടുത്തു. അങ്ങനെ നീണ്ട ഒരു പ്രക്ഷോഭം തന്നെ നടന്നു. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ 1950 നമ്മുടെ ആദ്യ നിയമനിർമ്മാണ സഭ നിലവിൽ വരികയും അതിൽ നമ്മൾ നോക്കുമ്പോൾ 6 വനിതകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ 2026 നിൽക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് ആ നിയമനിർമ്മാണ സഭയിൽ നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ വെറും 11 അംഗങ്ങൾ മാത്രമാണുള്ളത്. എന്തുകൊണ്ടായിരിക്കും ആ കാലികമായ മാറ്റം സംഭവിക്കാഞ്ഞത്? സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തുടങ്ങി വെച്ചതിന് ശേഷം പല പ്രസ്ഥാനങ്ങളും ഉണ്ടായി. ഈ പറഞ്ഞ പോലെ കല്ലുമാല സമരമുണ്ടായി, ചാന്നാർ ലഹളയുണ്ടായി. പിന്നീട് അങ്ങോട്ട് വന്ന ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് സാക്ഷരതാ പ്രസ്ഥാനത്തിൽ കൂടെയാണ്. എഴുത്തും വായനയും നിഷിദ്ധമായിരുന്ന സ്ത്രീകൾ ഒത്തിരി വൃദ്ധരായിക്കോട്ടെ, ചെറുപ്പക്കാരായിക്കോട്ടെ, എഴുതാനും വായിക്കാനും പഠിച്ചു. അങ്ങനെ അവർ അറിവിൻ്റെ ലോകത്തിലേക്ക് കടന്നു വന്നു. അതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. അവർ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. തങ്ങളുടെ മക്കളിലേക്ക് ആ സ്വാതന്ത്ര്യം പകർന്നു കൊടുത്തു തുടങ്ങി. പിന്നീട് നമുക്ക് ജനകീയ ആസൂത്രണം വന്നു. കുടുംബശ്രീ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വന്നു. കുടുംബശ്രീ തുടങ്ങിയ പ്രസ്ഥാനത്തിൽ ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരികയും സാമ്പത്തികമായി അവർ കൈകാര്യം ചെയ്യാനും സമ്പാദ്യം സ്വന്തം നിലയിൽ തുടങ്ങുകയും വായ്പകൾ എടുക്കാനും വ്യവസായങ്ങൾ ആരംഭിക്കാനും ഒക്കെ തുടങ്ങി. അതൊരു വലിയ മാറ്റമായിരുന്നു. പിന്നീട് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ജനകീയ ആസൂത്രണം വഴി വന്ന മാറ്റമാണ്.
അതായത് 50% സംവരണം സ്ത്രീകൾക്ക് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നപ്പോൾ പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ 50% സംവരണം വന്നു. 50% സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നു വന്നു. സ്ത്രീകൾ നമുക്ക് ഒരു സ്ഥാനാർത്ഥികളാവാനോ മത്സരരംഗത്തേക്ക് കടന്നു വരാനോ അവരെ കണ്ടുപിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടിയിരുന്നെങ്കിലും കടന്നു വന്ന സ്ത്രീകൾ ആരും മോശക്കാരായിരുന്നില്ല. അവരുടെ കർത്തവ്യത്തിലും അവരുടെ നിയമനിർവഹണത്തിലും ഒക്കെ അവരുടെ കൃത്യനിർവഹണത്തിലും ഒക്കെ അവർ അവരുടേതായ റോളുകൾ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. അപ്പം നമ്മൾ പിന്നെ ചിന്തിക്കുമ്പോൾ വീണ്ടും നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോൾ പാർലമെന്റിലും നിയമസഭയിലും എന്തുകൊണ്ടായിരിക്കും ഈ 50% സംവരണം നിലവിലില്ലാത്തതുകൊണ്ടായിരിക്കുമോ സ്ത്രീകൾക്ക് തുല്യ അവകാശം ലഭിക്കാതെ വരുന്നത്? അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. സ്ത്രീകൾ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകൾ മുന്നിലെത്തി. ഉയർന്ന ജോലികളിലാണെങ്കിലും മത്സര പരീക്ഷകളിലാണെങ്കിലും സ്ത്രീകൾ ഉന്നത വിജയം നേടി. അവിടെയും അവരുടെ കഴിവുകൾ അവർ തെളിയിച്ചു. അവരുടെ ശൂന്യാകാശത്ത് വരെ സ്ത്രീകളെത്തി. പല നിർണായകമായ ദൗത്യങ്ങളിലും സ്ത്രീകൾ പങ്കാളികളായി. യുദ്ധസന്നദ്ധരായ സ്ത്രീകൾ മുന്നോട്ട് വന്നു. അങ്ങനെ ഏത് മേഖല നോക്കിയാലും അവിടെയെല്ലാം സ്ത്രീകൾ നിൽക്കുമ്പോഴും നമ്മൾ ഈ 2026-ലും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന ആയിക്കോട്ടെ, ഐക്യരാഷ്ട്രസഭയിലെ നിയമങ്ങളായിക്കോട്ടെ, എല്ലാം സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴും സംസാരിക്കേണ്ടി വരുന്നു സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച്. അതെങ്ങനെ നമുക്ക് അതിനൊരു മാറ്റം ഉണ്ടാക്കാം? എനിക്ക് തോന്നുന്നത് നമ്മൾ ഓരോ വീടിൻ്റെയും മുൻവശത്തിരുന്ന് പുരുഷന്മാർ പൊതു കാര്യങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരിക്കലും സ്ത്രീകൾ അതിൻ്റെ ഭാഗഭാക്കാവുന്നില്ല. എന്ന് സ്ത്രീകൾക്ക് വീടിൻ്റെ മുൻവശത്തിരുന്നുകൊണ്ട് അല്ലെങ്കിൽ പുരുഷന്മാരോടൊപ്പം ഇരുന്നുകൊണ്ട് ആ ഒരു സാഹചര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും വേണ്ടിവരുന്ന മാറ്റങ്ങളെക്കുറിച്ചും എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാനും അവരോടൊപ്പം പുരുഷന്മാരോടൊപ്പം അഭിപ്രായം പറയാനും എന്ന് സാധിക്കുന്നോ അന്ന് സ്ത്രീകൾക്ക് ആ ഒരു മുന്നേറ്റം സാധ്യമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കരുതുന്നത്. അപ്പം നമുക്ക് ഈ സാഹചര്യത്തിലും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ വീണ്ടും നമുക്ക് എങ്ങനെ മാറ്റം വരുത്താം? അത് നമ്മൾ സ്ത്രീകളുടെ തന്നെ കടമയായിരിക്കും, അവരുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ ആൺമക്കളെയും പെൺകുട്ടികളെയും വളർത്തുമ്പോൾ അവർ രണ്ട് കൂട്ടരിലേക്കും, ഈ സ്ത്രീയും പുരുഷനും ആൺകുട്ടിയായാലും പെൺകുട്ടിയാണെങ്കിലും അവർക്ക് സമൂഹത്തിലുള്ള അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒന്നാണെന്നുള്ള ബോധ്യം പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത് സ്ത്രീകൾക്ക് തന്നെയായിരിക്കും. അപ്പോൾ സ്ത്രീകൾ ഓരോ വളർന്നു വരുന്ന കുട്ടിയിലേക്കും ഈ ഒരു ചിന്ത പകർന്നു കൊടുക്കുമ്പോൾ തങ്ങളുടെ അമ്മയെയും പെങ്ങളെയും പോലെ തന്നെ മറ്റ് കാണുന്ന പെൺകുട്ടികളും അല്ലെങ്കിൽ കാണുന്ന സ്ത്രീകളും അവരെയും ബഹുമാനിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കാനും എന്ന് നമ്മുടെ ആൺകുട്ടികൾ പഠിക്കുന്നു, അന്ന് നമുക്ക് ഈ അവകാശങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും വാദിക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ ഈ വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് നമുക്കെടുക്കാം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമുക്ക് ഒരേ അവകാശങ്ങളുള്ളവരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി വളർത്താം. നന്ദി, നമസ്കാരം.